ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിങ്കറി പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി അത് വേഗം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വെജിറ്റബിൾ, പേരറിയാത്ത വെജിറ്റബിൾ. ഇനി ഇതൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്യാം. ഇതിന് തൊലി ഒരു ചവർപ്പ് കയ്പ്പ് പോലെ ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് തൊലി വേണ്ട. നമ്മുടെ പുളിയിഞ്ചി കറിയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കുരു കളയാം. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ചെറിയ പീസായിട്ട് മതി. വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വാരിയെടുക്കാം. അടുത്ത് ഇഞ്ചി ചതച്ചെടുക്കാം. അടുത്ത് ചുവന്നുള്ളി ഇടിക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ചെറിയുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ജീരകം ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. മുളക്, മല്ലി, മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു നാരങ്ങ വലിപ്പത്തിൽ ഞാൻ വാളൻപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഞാൻ കലക്കി ഒഴിച്ച പാത്രമാണ്, അതിലോട്ട് കഴുകി ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം.
ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു ചെറിയൊരു പീസ് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ എരിവും പുളിയും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തീ കത്തിക്കാം. ഇതാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതാ തിളച്ചിട്ടുണ്ട്. കുറുകി വരണം. ഇതാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്.